ഇതിൽ സൂചിപ്പിച്ച പോലെ തന്നെയാണ്. കാരണം ഈ 19-1 എന്ന അമ്പയെ അടിപറ്റിയ സാഹചര്യത്തിൽ നിന്നും തിരിച്ചു വരുമോ എന്നാണ് പ്രതീക്ഷ. ലല്ലുവിൻ്റെ കൂടി അഭിപ്രായം നമുക്കറിയാം. ഈ ശക്തിയിടങ്ങളിലെ അപ്രതീക്ഷിത നഷ്ടം, അത് നമുക്ക് എണ്ണിപ്പറഞ്ഞാൽ കാസർഗോഡ് മുതൽ ആലത്തൂരും പാലക്കാടും അങ്ങനെ കുറേ ഇടങ്ങളുണ്ട്. ഇത് യഥാർത്ഥത്തിൽ തിരിച്ചു പഠിക്കുക എന്ന ആഗ്രഹത്തിന് മുൻനിർത്തിയുള്ള ഒരു പട്ടികയായിട്ട് ഇതിനെ കാണാൻ പറ്റുന്നുണ്ടോ? ചിലയിടങ്ങളിലെങ്കിലും വീഴ്ചയുണ്ടോ? തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹം മാത്രമല്ല, എനിക്ക് തോന്നുന്നു തിരിച്ചു പിടിക്കണമെന്ന് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായ ആലോചനകൾക്ക് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് പല മണ്ഡലങ്ങളിലും CPM സർവേ അടക്കം നടത്തി തീരുമാനിച്ച സ്ഥാനാർത്ഥി പട്ടികയാണിതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൈറ്റ് ചോദിച്ച പോലെ ഇടങ്ങളിലും വീഴ്ചയുണ്ട് എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നാവുന്ന തരത്തിലുള്ള ചില അപ്രതീക്ഷിത പ്രഖ്യാപനങ്ങളും ഇതിനകത്തുണ്ട്. പക്ഷേ ഒറ്റനോട്ടത്തിൽ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി സീറ്റുകൾ നമുക്കറിയാം. അതേ സംസ്ഥാനങ്ങളില്ല CPMന് അവരുടേത് എന്ന് പറയാൻ. ബംഗാളിലായാലും ത്രിപുരയിലായാലും പഴയ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ സ്ഥിതിയാണ്. അപ്പോൾ പ്രതീക്ഷ ഉള്ള ഒരു സംസ്ഥാനം എന്നുള്ളത് കേരളം തന്നെയാണ്. കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകൾ പാർലമെൻറ്റിൽ പരമാവധി MPമാരെ പാർലമെൻറ്റിൽ എത്തിക്കാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഇത്രയധികം നേതാക്കളെ, MLAമാരെ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ, പോളിറ്റ് ബ്യൂറോ മെമ്പർ, ഈ മത്സരിക്കുന്നവരുടെ പട്ടിക എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട്. MLAമാർ മത്സരിക്കുന്നു. KK ശൈലജ, ജോയി, മുകേഷ്, 3 MLAമാർ പട്ടികയിലുണ്ട്. പക്ഷേ എനിക്ക് ഇടയ്ക്ക് തോന്നി ഇതൊരു സീനിയോറിറ്റി ഈ പട്ടിക ഇച്ചിരി കൂടിപ്പോയെന്നൊരു സംശയം. ഈ തലമുതിർന്ന നേതാക്കൾ എന്ന് പറഞ്ഞാൽ വല്ലാതെ മുതിർന്ന നേതാക്കൾ എന്ന് മാറ്റി പറയേണ്ട തരത്തിൽ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം, 4 കേന്ദ്ര കമ്മിറ്റി, അതായത് ഇളമരം കരീം, KK ശൈലജ, ഡോക്ടർ തോമസ് ഐസക്, K രാധാകൃഷ്ണൻ, കേരളത്തിലെ 4 കേന്ദ്ര കമ്മിറ്റി പ്രമുഖരായ 4 കേന്ദ്ര കമ്മിറ്റിമാർ, പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവൻ, ഇവരെല്ലാം മത്സരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. ഇവരെല്ലാം മത്സരിപ്പിച്ചുകൊണ്ട് ഈ 19-1 എന്നുള്ള നിലയ്ക്ക് മാറ്റമുണ്ടാക്കുക എന്നുള്ള തീരുമാനം തന്നെയാണ്. എനിക്ക് തോന്നുന്നു വളരെ നേരത്തെ തന്നെ CPM തയ്യാറെടുപ്പ് തുടങ്ങിയതാണ്. ഇതിനകത്ത് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെന്ന് ഞാൻ കരുതുന്നത് ഒരുപക്ഷെ പാലക്കാട് വിജയരാഘവൻ്റെ സ്ഥാനാർത്ഥിത്വം എനിക്ക് തോന്നുന്നു CPMകാർ ഒരു പ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വമാണ്. ഞാൻ ഇന്നലെ പാലക്കാട്ടെ ഒരു സാഹചര്യം അറിയാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചു. അപ്പം പാലക്കാട്ടുകാർ, അതായത് അവിടുത്തെ പാർട്ടിക്കാർ യഥാർത്ഥത്തിൽ ആവശ്യപ്പെട്ടത് M സ്വരാജിനെ പോലെ ഒരു യൂത്തിൻ്റെ മുഖമാണ്. അവർ പറയുന്നത് അതാണെങ്കിൽ അല്പം സാധ്യത ഉണ്ടായിരുന്നു എന്നതാണ്. അങ്ങനെ ഒരു ആലോചന വേണമെങ്കിൽ CPM നടത്താമായിരുന്നു. അതും അതിനകത്തൊരു കാര്യം, കഴിഞ്ഞ തവണ ഈ തരംഗത്തിൽ ജയിച്ച അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ജയിച്ച VK ശ്രീകണ്ഠൻ അല്ല 5 വർഷത്തിനിപ്പുറം അവിടുത്തെ MP ആയ VK ശ്രീകണ്ഠൻ എന്നുള്ള വളരെ വലിയ വ്യത്യാസമുണ്ട്. ആ ശ്രീകണ്ഠൻ്റെ ഒരു പ്രവർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മണ്ഡലം മുഴുവൻ നടന്ന് ഇപ്പോൾ നിലവിൽ UDFൻ്റെ ജനകീയരായ MPമാരുടെ കൂട്ടത്തിലാണ് ശ്രീകണ്ഠൻ്റെ സ്ഥാനം. ആ ശ്രീകണ്ഠനെയാണ് നിങ്ങൾക്ക് 5 വർഷത്തിനിപ്പുറം നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ശ്രീകണ്ഠനെ നേരിടാൻ സ്വാഭാവികമായും CPMൻ്റെ തലമുതിർന്ന നേതാവാണ്, പോളിറ്റ് ബ്യൂറോ അംഗമാണ് വിജയരാഘവനെങ്കിലും ശ്രീകണ്ഠനെ നേരിടാൻ വിജയരാഘവൻ മതിയോ എന്നൊരു സംശയം CPM ഘടകങ്ങൾ. വിജയനാരോഗ്യ ഒരുപക്ഷെ 1989 പുള്ളി അവിടെ MP ആയിരുന്നു എന്നൊരു ഇതുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ പുള്ളി ആ ജില്ലക്കാരനല്ല, മലപ്പുറം ജില്ലക്കാരനാണ്. അങ്ങനെ പല ഘടകങ്ങളും തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ പ്രതികൂലമാകുമെന്നൊരു പ്രശ്നമുണ്ട്. ഇതിനെല്ലാത്തിനും ഉപരി നമ്മൾ ഈ ചർച്ചയൊക്കെ നടത്തുമ്പോഴും വിവരങ്ങൾ ഈ പുറത്ത് വരുമ്പോഴും ഇനിയിപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അവിടെ ഇനി ഈ പട്ടികയ്ക്ക് മാറ്റം വരുമെന്നറിയില്ല. പക്ഷേ നിലവിലെ മത്സരം ഇപ്പം ആറ്റിങ്ങൽ ജോയിയുടെ സ്ഥാനാർത്ഥി നമുക്കറിയാം. വർക്കല കഹാർ എന്ന അധികായൻ്റെ തേരോട്ടത്തിൻ്റെ അന്ത്യം കുറിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. വളരെ വലിയ ഭൂരിപക്ഷത്തിൽ വർക്കല മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് 2 തവണ MLA ആയ ഒരാളാണ്. പിന്നെ മണ്ഡലം വളരെ കൃത്യമായിട്ടറിയാം. സാമുദായിക ഘടകങ്ങൾ വളരെ അനുകൂലമായ നിലവിൽ CPMൻ്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ജില്ലയിലെ ഏറ്റവും കരുത്തനായ നേതാവാണ്. CPMൻ്റെ ഒരു ജനകീയ മുഖം കൂടിയാണ് ജോയി. സ്വാഭാവികമായും അടൂർ പ്രകാശം പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച് മുരളീധരൻ മത്സരിക്കുന്ന ആറ്റിങ്ങലിലേക്ക് ജോയിയുടെ സ്ഥാനാർത്ഥിത്വവും തീവർപ്പൻ മത്സരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഈ പട്ടികയിൽ ഇപ്പോഴത്തെ ചിത്രത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും തീവാർന്ന പട്ടിക മത്സരം നടക്കാനുള്ള ഇടങ്ങൾ നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും? ഇവിടുന്ന് ഇപ്പം നിലവിൽ ഇത് അന്തിമമാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചുള്ള ഈ പട്ടികയിൽ ആറ്റിങ്ങൽ ഉഗ്രം മത്സരം നടക്കുന്ന സ്ഥലമാണ്. കൊല്ലത്ത് മത്സരം നടക്കുമെന്നാണ് പ്രതീക്ഷ. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നത് എന്തുകൊണ്ട് മുകേഷ് എന്നൊരു ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരം കൊല്ലത്തെ CPMനുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ തെക്കൻ ജില്ലകളിലെ ഈഴവ വോട്ടുകളിലേക്ക് LDFും CPMും കണ്ണുവച്ചിരിക്കുന്നത് വളരെ കൃത്യമാണ്. കാരണം
കഴിഞ്ഞ 5 വർഷക്കാലം കൊല്ലത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും ഇപ്പം ശ്രീനാരായണ യൂണിവേഴ്സിറ്റി അടക്കമായാലും ശ്രീനാരായണ സാംസ്കാരിക സമുച്ചയം അടക്കമായാലും ആ സമുദായത്തെ ആ വിഭാഗത്തിലെ വോട്ടർമാരെ കൂടെ നിർത്താനുള്ള സകല പണികളും CPM അവിടെ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കൊല്ലംകാരനാണ്, ഞാൻ മണ്ഡലംകാരനാണ്. വളരെ കൃത്യമായി CPM അവിടെ ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായി CPM ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CPM അവിടെ കൃത്യമായ പരിശോധനകളും എല്ലാം നടത്തിയിട്ടാണ്. ഈ BJP സ്ഥാനാർത്ഥിയായി കുമ്മനം വന്നാൽ കൃത്യമായ മത്സരം, അതെ, ഉഗ്ര മത്സരം നടക്കും. ഈ പറഞ്ഞ പോലെ അവിടെ ഈ സമുദായ സമവാക്യങ്ങൾ വളരെ നിർണായകമാകുന്ന ഒരു സ്ഥലം കൂടിയാണ് കൊല്ലം. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഈ നായർ സമുദായത്തിൻ്റെ വോട്ടുകളിലേക്ക് വരുന്ന, അല്ലെങ്കിൽ കുറേ വോട്ടുകൾ UDFിലേക്കും കുറേ വോട്ടുകൾ BJPയിലേക്കും ഷിഫ്റ്റായി പോവുക പതിവാണ്. പിന്നെ എപ്പോഴും LDFന് വോട്ട് ചെയ്യുന്ന നായർ വിഭാഗത്തിൽ അല്ലെങ്കിൽ നായർ സമുദായത്തിലെ വിഭാഗം എപ്പോഴും LDFന് തന്നെ വോട്ട് ചെയ്യും എന്നുള്ളൊരു കണക്കുകൂട്ടൽ അവർക്കുണ്ട്. ഈ വോട്ടുകൾ പരമാവധി ഇപ്പം ആറ്റിങ്ങലെ സ്ഥിതി അതാണ്, പരമാവധി ഈഴവ സമുദായത്തിൽപ്പെട്ട വോട്ടുകൾ അവരോടൊപ്പം നിർത്താനുള്ളൊരു ഒരു ശ്രമം. കാരണം ഏറ്റവും കൂടുതൽ വോട്ടുകൾ അവിടേക്ക് BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ആ സമുദായത്തിലാണെന്നൊരു തിരിച്ചറിവ് ഉണ്ട്. പിന്നെ ഒരു മത്സരം നടക്കുന്ന മണ്ഡലമായി ഞാൻ കാണുന്നത് വടകരയാവും. വടകര എന്ന് പറഞ്ഞാൽ CPMലെ ഏറ്റവും വലിയ ജനകീയ മോഹങ്ങളിലൊന്നായ KK ശൈലജയും കോൺഗ്രസിലെ ജനകീയ മോഹങ്ങളിലൊന്നായ K മുരളീധരനും തമ്മിലുള്ള പോരാട്ടം. എല്ലാ കണ്ണുകളും സ്വാഭാവികമായി ലോക്സഭ സമയം മുമ്പ് നമ്മുടെ അനീഷ് ലൈവിൽ പറയുകയായിരുന്നു, രാവിലെ മാധ്യമങ്ങളെ കണ്ട മുരളീധരൻ തനിക്കെതിരെ വരുന്ന സ്ഥാനാർത്ഥി കരുത്തയാണെന്ന് അംഗീകരിച്ചിട്ടുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കാരണം K മുരളീധരൻ കഴിഞ്ഞ തവണ വടകരയിലേക്ക്, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അതേ സാഹചര്യം തന്നെയാണ്. കാരണം മുസ്ലിം ലീഗാണ് K മുരളീധരനെ ക്ഷണിച്ച് വടകരയിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞ മുരളീധരൻ്റെ ഏറ്റവും കൂടുതൽ പണിയെടുത്ത ലീഗുകാരാണ്. ആ മണ്ഡലം K മുരളീധരൻ്റെ ഒരു പ്രവർത്തന ശൈലിയും സ്വഭാവവും നമുക്കറിയാം. ഒരു മണ്ഡലത്തിൽ ജയിച്ചാൽ ആ മണ്ഡലം തൻ്റേതാക്കുന്നൊരു ശീലം, ഒരു പ്രവർത്തന രീതിയാണ് മുരളീധരൻ്റേത്. അദ്ദേഹം കഴിഞ്ഞ 5 കൊല്ലം വടകരക്കാരനായിരുന്നു. അവിടേക്ക് CPMൻ്റെ ഏറ്റവും ജനകീയ മുഖങ്ങളിലൊന്നായ KK ശൈലജ ചെല്ലുകയാണ്. നമുക്കറിയാം KK ശൈലജയെ ഈ പ്രത്യേകിച്ച് നമുക്കൊരു മണ്ഡലത്തിനും കേരളത്തിലൊരു മണ്ഡലത്തിന് അവതരിപ്പിക്കേണ്ട കാര്യമില്ലാത്ത തരത്തിലുള്ള ഒരു നേതാവാണ്. ശൈലജയും മുരളീധരനും തമ്മിലുള്ള പോരാട്ടമായിരിക്കും ഒരുപക്ഷെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഗ്ലാമർ പോരാട്ടം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വടകരയിലെ CPM സ്ഥാനാർത്ഥി നേരിടുന്നത് TP വധം, TPയുടെ രക്തസാക്ഷിത്വം എന്ന ഒരു വലിയ വെല്ലുവിളി, രാഷ്ട്രീയ ചോദ്യമായി നിൽക്കുന്നത്. KK ശൈലജയ്ക്ക് ഒരു പരിധിവരെ അത് ടാക്കിൾ ചെയ്യാൻ പറ്റി. ഈ പാർട്ടിക്കപ്പുറമായ ഒരു അംഗീകാരവും വ്യക്തിബന്ധങ്ങളും ഒക്കെ ഉള്ളൊരു നേതാവാണ് KK ശൈലജ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ശൈലജ ടീച്ചർ ആളുകളായിട്ട് ഇടപെടുന്ന രീതിയായാലും, ശൈലജ ടീച്ചറെ ആളുകൾ കാണുന്ന രീതിയായാലും, ശൈലജ ടീച്ചർ സ്വീകരിച്ചിട്ടുള്ളൊരു രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ P ജയരാജൻ കൊടുത്ത മത്സരത്തിനേക്കാളും ശക്തമായ മത്സരമായിരിക്കും KK ശൈലജ K മുരളീധരന് കൊടുക്കുന്നുള്ളത് 100% ഉറപ്പാണ്. ഞാൻ ഇത് നമ്മൾ പറഞ്ഞു വന്നപ്പോഴേ പത്തനംതിട്ട നമ്മളറിയാം, തോമസ് ഐസക് അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി തീരുമാനപ്രകാരം മത്സരിച്ചില്ല. അദ്ദേഹത്തിന് സംഘടനാ ചുമതലയുള്ള ജില്ല പത്തനംതിട്ടയാണ്. പക്ഷേ ഐസക് ഒരു സംഘടനാ ചുമതലയുള്ള ഒരു ഇടപെടലിനപ്പുറം തുടർച്ചയായി നമ്മൾ വിളിക്കുമ്പോഴെല്ലാം പത്തനംതിട്ടയിലാണ് ഓരോ പരിപാടിയും ക്യാമ്പയിനുമായിട്ട്. ഐസക് ഇത് മുന്നിൽ കണ്ടിരുന്നു. ഉറപ്പായും തോമസ് ഐസക്, നമുക്കറിയാം ഏറ്റവും അവസാനം അവിടെ തിരുവല്ലയിൽ മറ്റേ പ്രവാസി സംഗമം എന്നുള്ള വളരെ ഒരു 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ പരിപാടിയുടെ അമരക്കാരനായിട്ടാണ് നമ്മൾ അവസാനം തോമസ് ഐസക്കിനെ കാണുന്നത്.